ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമുക്ക് അടുത്ത ഒരക്ഷരം പഠിച്ചാലോ? വ്യഞ്ജനാക്ഷരം. വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ ഓർഡറായിട്ടല്ല പഠിച്ചത്. ഓർഡറായിട്ട് ടീച്ചർ പിന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓരോരോ അക്ഷരങ്ങൾ പഠിക്കുകയാണ്. പഠിച്ച് ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഓരോ ക്ലാസ്സിലും നമ്മൾ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരമാണ്, കണ്ടോ? ഇവിടെ കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? വ്യഞ്ജനാക്ഷരം ഏതാണ് എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പഠിച്ചാലോ? കാണാലോ അല്ലേ? യെസ്, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം. ഇതെങ്ങനെയാണ് ടീച്ചറെ എഴുതുന്നത്? മുന്നേ എഴുതിയ ഒരു അക്ഷരവുമായിട്ട് ചെറിയ സാമ്യമുണ്ട് അല്ലേ? സാമ്യമുണ്ട് അല്ലേ? ഓക്കെ, അപ്പം എളുപ്പമാണ് എഴുതാനായിട്ട്, പറയാനായിട്ടും എളുപ്പമാണ്. എഴുതി നോക്കിയാലോ? പറഞ്ഞു നോക്കിയാലോ? ഓക്കെ, ശ്രദ്ധിക്കാം, നോക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു അക്ഷരം നമ്മൾ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു അക്ഷരം പഠിച്ചിരുന്നു. ഇതേതാണ് ഈ അക്ഷരം? ഇതേതാ ഈ അക്ഷരം? ച അല്ലേ? ച. ഇത് വെച്ച് നമ്മളൊരു വാക്ക് പറഞ്ഞിരുന്നു. ഏതാണ്? ചായ അല്ലേ? സിമ്പിളായിട്ടാണ് പറയണത്. ച, ചായ അല്ലേ? കുടിക്കുന്ന ചായ. പഠിച്ചില്ലേ? ഓക്കെ. ഇവിടെ വരുമ്പോ വ്യത്യാസം ശ്രദ്ധിക്കണം കേട്ടാ. ഇത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു. ഇനി അതിനെപ്പറ്റി ചിന്തിക്കണ്ട, ആ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾക്കത് അറിയാവുന്ന കാര്യം അറിയില്ലാത്തതിനോട് ചേർത്ത് ടീച്ചർ പറഞ്ഞതാണ് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, ഇങ്ങനെ വരിക, ഇത്ര വരെ വന്നാൽ മതി. ചാ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയല്ലേ അല്ലേ? ചാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി കഴിഞ്ഞു. ഇവിടെ അതുപോലെ തന്നെ വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ എടുക്കണം. കണ്ടാ? ഇതെന്തായി? കുറച്ചും കൂടെ. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടല്ലേ പറഞ്ഞേ? ച. ഇതെന്ത് ചെയ്യണം? ഛ എന്ന് പറഞ്ഞേ. ഛ. കുറച്ചും കൂടെ ഒരല്പം ഒന്ന് ഹാർഡായിട്ട് പറയണം. ഒരുപാടല്ല, കുറച്ച്. ഛ എന്ന് പറഞ്ഞേ. ഛ. കിട്ടിയ? ഒന്നുകൂടെ എഴുതാം. ഇങ്ങനെ വന്ന് ഇങ്ങനെ, കണ്ട? ഇതെന്താണ്? ഛ. ഛ. എന്താണിത്? ഛ. കിട്ടിയ? ഓക്കെ ആയോ? ഒന്നുകൂടെ എഴുതി നോക്കാം. എന്താണിത്? ഛ. നമുക്കതൊന്ന് മാറ്റിട്ട് ഒന്നുകൂടെ എഴുതി നോക്കാം. ശ്രദ്ധിച്ചേ. എന്താണത്? ഛ. കിട്ടിയില്ലേ? ഛ. ഓക്കെ, ഇനി ഈ അക്ഷരം ഉപയോഗിച്ച് നമുക്കൊരു വാക്ക് പഠിക്കാം. ശ്രദ്ധയോടെ ഇരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ച എന്ന അക്ഷരവും ആ അക്ഷരത്തിന് നമ്മൾ ഉദാഹരണം പഠിച്ച ഈ വാക്കും ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതും ഒരല്പം എന്താണ്? കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലായോ? ഇത് ഇവിടെ ഇപ്പൊ കിടക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്. ച, ചായ. ഇതെന്താണ്? നമ്മൾ കുടിക്കുന്ന
വെള്ളം അല്ലെ, കുടിക്കുന്ന വെള്ളം പോലെ ഒന്ന് ചായ എല്ലാ ദിവസവും നമ്മൾ കുടിക്കാറുണ്ട് അല്ലേ? ഓക്കെ. ഇന്ന് പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ കിട്ടുള്ളൂ. കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ടീച്ചർ പിന്നെയും പിന്നെയും പറയുന്നത് കേട്ടാ. ഒരു മിനിറ്റ്. ഛ കണ്ടോ? ഛ നമ്മൾ എഴുതി. അതുപോലെ തന്നെ ഇതെന്താ വരിക? ആ ചിഹ്നം അല്ലേ? അപ്പൊ ഇത് കൂട്ടി വായിക്കുമ്പോ എങ്ങനെയാ? ഛ. ഓക്കെ അല്ലേ? ഛ. ശ്രദ്ധിച്ചിരിക്കണം. ഇതേതാണ് അക്ഷരം? യ അല്ലേ? അപ്പൊ ഇത് കൂട്ടി വായിച്ചേ, എന്തു വരും? ഛ ആ ഛ. ഇത് യ അല്ലേ? അപ്പൊ നോക്കിയേ, കൂട്ടി വായിക്കുമ്പോ എന്താ വരിക? ഛായ. എന്താണ്? ഛായ. മനസ്സിലായോ? ഛ പഠിച്ചു. ഛ ആ ഛ യ ഛായ. എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലും എന്താണ് സംശയം തോന്നുന്നത്? പറ, കേക്കട്ടെ. ആ, ഇവിടെയും ഇവിടെയും അല്ലേ ഒരേപോലെ വരുന്നത്, ഒരേപോലെ പറയുന്ന പോലെ തോന്നിക്കുന്നു അല്ലേ? അതാണ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത്. നമുക്കത് അർത്ഥം പഠിക്കാം, മാറിപ്പോകരുത്. അതുകൊണ്ടാണ് ടീച്ചർ പിന്നെയും പിന്നെയും പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. അർത്ഥത്തിന്, ഇത് രണ്ടിന്റെയും അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? എന്താ അർത്ഥം എന്നുള്ളത് പഠിക്കാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഈ ചായ, സിമ്പിളായിട്ട് പറയുന്നത് ചായ, അതെന്താണ്? നമ്മൾ കുടിക്കുന്നതാണ് അല്ലേ? നമ്മൾ കുടിക്കും അല്ലേ? അതാണ് ചായ. എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ട് എപ്പോഴെങ്കിലും നമ്മൾ, ഇല്ലെങ്കിൽ 2 നേരവും നമ്മൾ കുടിക്കും. അതാണ് ചായ. ഇവിടെ എന്താ നോക്കിയേ? ഛ ആ ഛ യ. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ചായ. ഇത് കുറച്ചും കൂടെ കടുപ്പിച്ച് പറയണം, ഈ ഛ. ഛായ. എന്താണ്? ഛായ. പറഞ്ഞേ, ഛായ. പറഞ്ഞേ, ഛായ. ഇത് ചായ, ഇവിടെ ഛായ. എന്താണ് ഈ ഛായ? എന്താണ് ഛായ? അറിയോ എന്താണ് ഈ ഛായ എന്ന് പറഞ്ഞ? കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അക്ഷരം നമ്മളിപ്പോ പഠിച്ച ഛ അല്ലേ? ഛ ആ ഛ യ ഛായ. എന്താണ് ഛായ? നോക്കിയേ, മനസ്സിലാകുന്നുണ്ടോ? ഒരു പെൺകുട്ടി കണ്ണാടി എടുത്ത് അതിൽ നോക്കുന്നു. അപ്പൊ എന്താണ് അവൾക്ക് കാണാൻ കഴിയുന്നത്? പെൺകുട്ടി ആയിക്കോട്ടെ, ആൺകുട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? അതാണ് എന്ത്? ഛായ. മാറിപ്പോവരുത് കേട്ടാ. ഇതാണ് ഛായ. കണ്ടാ? ഛായ, ഛായ, മുഖഛായ, റിഫ്ലക്ഷൻ അല്ലേ? നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റുന്നു. അതാണ് റിഫ്ലക്റ്റ് ചെയ്ത് കാണുക എന്ന് പറയുന്നത്. മനസ്സിലായി? അതാണ് ഛായ, നമ്മുടെ പ്രതിബിംബം, വേറൊരു രൂപം. നമ്മുടെ തന്നെ മറ്റൊരു രൂപം കണ്ണാടിയിൽ കാണുന്നു. അതുതന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഛായ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. ഇത് ചായ, കുടിക്കുന്ന ചായ.
ഇത് ഛായ, മുഖഛായ. കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അതാണ് ഇത് ഛായ. കണ്ടോ? ഛായ. കിട്ടിയോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഈ അക്ഷരത്തിന്റെ ചിഹ്നങ്ങൾ ചേർത്ത് നമുക്ക് എഴുതുന്നത് പഠിക്കാം. ഓക്കെ. നോക്കേ. ഛ, ഛ, ഛി, ഛി, ഛു, ഛു, ഛൃ. ഇതാണ് ഛൃ. ഛേ, ഛേ, ഛൈ, ഛോ, ഛോ, ഛൗ, ഛം, ഛ. കണ്ടോ? പറഞ്ഞു നോക്കിയാലോ. ഛ, ഛ, ഛി, ഛി, ഛു, ഛു, ഛൃ, ഛേ, ഛേ, ഛൈ, ഛോ, ഛോ, ഛൗ, ഛം, ഛ. കിട്ടിയോ? പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചായ, നമ്മള് കുടിക്കുന്നത്. ഇത് ഛായ, നമ്മുടെ കണ്ണാടിയിൽ കാണുന്ന റിഫ്ലക്ഷൻ, മുഖഛായ. അതിനെയാണ് ഈ ഛായ എന്ന് പറയുന്നത്. മാറിപ്പോവരുത് ട്ടാ. ഇത് രണ്ടും മാറിപ്പോവരുത്. അക്ഷരങ്ങൾ മാറിപ്പോവരുത്. അക്ഷരങ്ങൾ മാറിപ്പോവരുത്. അർത്ഥങ്ങളും മാറിപ്പോവരുത്. ശ്രദ്ധയോടെ പഠിക്കണം. ഇത് ചായ അല്ലെ, നമ്മള് കുടിക്കുന്നത്. ഇത് ഛായ, മുഖഛായ, കണ്ണാടിയിൽ കാണുന്നത്. ഓക്കെ. എല്ലാ ദിവസവും 15 മിനിറ്റ് വായിക്കാനും. പ്രയാസമുള്ളത് എന്ത് ചെയ്യണം? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും അത് ആദ്യമേ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്താ പറ്റുക? കൂടുതലായിട്ട് പ്രയാസമുള്ളത് നമുക്ക് എളുപ്പമായിട്ട് മാറും. പരീക്ഷയ്ക്ക് വരുമ്പോ എന്ത് ചെയ്യണം? എളുപ്പമുള്ളത് ആദ്യം ആൻസർ ചെയ്യണം. മനസ്സിലായോ? പഠിക്കുമ്പോ ബുദ്ധിമുട്ടുള്ളത് ആദ്യം പഠിക്കണം. പരീക്ഷയ്ക്ക് ചെല്ലുമ്പോ എളുപ്പമുള്ളത് ആദ്യം എഴുതണം. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? നന്നായിട്ട് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പറയുന്നത്. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് തറവായിട്ട് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എളുപ്പമുള്ളത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ? നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് നമ്മൾ എന്തായാലും പഠിക്കും. നമുക്കത് പഠിക്കാൻ ഈസിയാണ് അല്ലേ? പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിൽ ഓൾറെഡി ഉണ്ട് അത് അല്ലേ? അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ പഠിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതൽ സമയമെടുത്ത് പഠിക്കണം. എന്നിട്ട് എക്സാമിന് വരുമ്പോ എന്ത് ചെയ്യണം? പ്രയാസമുള്ളത് മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത്, എളുപ്പമുള്ളത് ആൻസർ ചെയ്യണം. അപ്പോഴാണ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് കിട്ടാത്തത് നമ്മൾ ഓരോന്ന് ആൻസർ ചെയ്ത്, പിന്നെ നമ്മൾ ഈ ആദ്യം അറിയാവുന്നതൊക്കെ എഴുതി കഴിയുമ്പോൾ അറിയാത്തതൊക്കെ പതിയെ നമ്മുടെ മനസ്സിലേക്ക് പതുക്കെ പഠിച്ചതിന്റെ ഓർമ്മയിൽ വരും. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സ്റ്റോറി വായിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മലയാളത്തിന് വേണ്ടി വായിക്കാനും എഴുതാനും വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാം. ഓക്കെ.
നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ശുഭദിനം. നന്ദി. ബൈ.